ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തലശ്ശേരി സ്പെഷ്യൽ ഇറച്ചിച്ചോറാണ്. എപ്പോഴും ബിരിയാണി, നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരമായി ഇടയ്ക്കൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു ഐറ്റമാണിത്. വളരെ ചുരുങ്ങിയ ചിലയിൽ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ ഇത് നമുക്ക് എളുപ്പത്തിൽ വീടുകളിൽ തയ്യാറാക്കിയെടുക്കുവാൻ സാധിക്കും. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഈ ഇറച്ചിച്ചോറ് എങ്ങനെയാണ് എളുപ്പത്തിൽ വീടുകളിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ബിരിയാണിക്കൊക്കെ മുറിക്കുന്നത് പോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ക്ലീൻ ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 3 വലിയ സവാള അരിഞ്ഞത്, ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു 3 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് കൈ കൊണ്ടോ തവി കൊണ്ടോ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു 6-7 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കുക. നിങ്ങളുടെ ബീഫിൻ്റെ വേവും കുക്കറിൻ്റെ വലിപ്പ വ്യത്യാസവും അനുസരിച്ച് വിസിലുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുക്കർ ഇപ്പോൾ വിസിലൊക്കെ അടിച്ച് തീ ഓഫ് ചെയ്ത് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലെ ബീഫ് കഷ്ണങ്ങൾ കോരിയെടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഈ ഇറച്ചി വേവിച്ച വെള്ളത്തിൽ തന്നെയാണ് നമുക്ക് ഇനി ചോറ് വേവിക്കാനുള്ളത്. അതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലെ ഇറച്ചി കഷ്ണങ്ങൾ കോരി മാറ്റിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ കുക്കറിലെ എല്ലാ ഇറച്ചി കഷ്ണങ്ങളും ഇതുപോലെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2-3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട, ഒരു 3-4 ഏലക്കായി, കുരുമുളക് 1 ടീസ്പൂൺ, 2 ബേ ലീഫ്, കുറച്ച് സജീരകം, കുറച്ച് വലിയ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കുക. ഇത് നെയ്യിൽ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴന്ന് സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കുക്കറിൽ നിന്ന് കോരി വെച്ച ഇറച്ചി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില അരിഞ്ഞത്, 2-3 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ടേസ്റ്റ് നോക്കി മസാലയ്ക്ക് പുളി കുറവുണ്ടെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ കുക്കറിൽ ബാക്കിയായ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിത് അളന്ന് നോക്കി, ഏകദേശം 3 കപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് 4 കപ്പ് ബസുമതി റൈസാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്.
ഇത് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിർത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിലേക്ക് 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. നിങ്ങൾ കുതിർത്ത് വെച്ചിട്ടില്ല എങ്കിൽ ഇതിലേക്ക് 1 ഗ്ലാസ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് മൂടി വെക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇതിലേക്ക് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ച ബസുമതി റൈസ് ചേർത്ത് കൊടുക്കുക. അരിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി വെച്ച് ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൂടി വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുക. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ ചോറും ഇറച്ചിയും ഒക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെക്കുക. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രുചികരമായ തലശ്ശേരി സ്പെഷ്യൽ ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാകും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.